കൊട്ടാരക്കര മണ്ഡലത്തിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ഐഷ പോറ്റി എന്നൊരൊറ്റ പേരിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും BJP സ്ഥാനാർത്ഥി പോലും ഉണ്ടാകാതിരുന്ന ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. എന്നാൽ പതിവിലും വിപരീതമായി ഇത്തവണ കൊട്ടാരക്കരയിൽ UDFിൽ നിന്ന് തന്നെ മാറി വന്ന BJPയിലേക്ക് വന്ന രശ്മിയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അതായത് ഒരു വിജയം പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരുപാട് വോട്ട് പിടിക്കാൻ തീർച്ചയായിട്ടും BJPക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാലും ഐഷ പോറ്റിയുടെ ഒരു വിജയം ബാലഗോപാൽ തോറ്റു തുന്നം പാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഏറ്റവും കൂടുതലും വെറുക്കപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായി ബാലഗോപാലിനെ പലരും കാണുന്നത്. അതായത് സാധാരണക്കാരന്റെ വയറ്റ് തടിക്കുകയും സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുകയും എന്നാൽ അതേ മന്ത്രി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ട കാറിനും ക്ലിഫ് ഹൗസിലെ മോടി പിടിപ്പിക്കലിനും ഈ പലതരത്തിലുള്ള സർക്കാർ പരിപാടികൾക്കും സർക്കാർ ധൂർത്തിനും കണക്കില്ലാതെ കണക്കെഴുതി കൊടുക്കുന്ന പണം എഴുതി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന മന്ത്രിയാണ് എന്ന് പറയുന്നിടത്താണ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും തോന്നുന്നത്. ആ വെറുപ്പ് തീർച്ചയായിട്ടും ബാലഗോപാൽ എന്ന സിറ്റിംഗ് MLA മന്ത്രിയെ തീർച്ചയായും തോൽവിയുടെ കൈപ്പുരുചി അറിയിക്കും എന്നാണ് പറയുന്നത്. ഐഷ പോറ്റിക്ക് കൃത്യമായ ഒരു ബേസ് അവിടെയുണ്ട്. ഐഷ പോറ്റിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മുൻകാല ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ഐഷ പോറ്റിക്ക് വേണ്ടി UDFിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. 2021 ഒരു ഫലപ്രഖ്യാപനം നോക്കിക്കഴിഞ്ഞാൽ 68,770 വോട്ടുകൾക്കാണ് ബാലഗോപാൽ ജയിക്കുന്നത്. 10,814 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇവിടെ ബാലഗോപാൽ ജയിക്കുന്നത്. അന്ന് ഐഷ പോറ്റിയെ ഒരു കാരണവുമില്ലാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഐഷ പോറ്റി ഇന്നും ആ വേദന പേർ തന്നെയാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ നിൽക്കുന്നത്. കൊട്ടാരക്കരയിൽ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ബാലഗോപാലിന്റെ ജാതകം ഈ രണ്ട് പെണ്ണുങ്ങളും ചേർന്ന് എഴുതുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. മാത്രമല്ല ഐഷ പോറ്റി ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞ ഒരു പ്രതീതി മണ്ഡലത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നു. ഏതായാലും ഐഷ പോറ്റിയുടെയും രശ്മിയുടെയും പ്രതികരണം നമുക്ക് കേൾക്കാം. മലയാളി വാർത്തയോട് അവർ പ്രതികരിച്ചത് നമുക്കൊന്ന് കാണാം. എത്രയോ പാർട്ടിയിൽ നിന്ന് CPMലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, അവരൊക്കെ പൊളിറ്റിക്സിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? പിന്നെ ഞാൻ നല്ല ജനകീയമായിട്ട് പ്രവർത്തിച്ചിരുന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നുകൊണ്ട് ആദ്യം മത്സരിക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് UDF മണ്ഡലമായിരുന്നു. അന്ന് ഞാൻ LDF നിൽക്കുമ്പോൾ അന്ന് ബാലകൃഷ്ണപിള്ള സാറിനോട് മത്സരിച്ച് ജയിച്ച് കഠിനമായ ജോലി ചെയ്ത് ഈ മണ്ഡലത്തിൽ 100 കണക്കിന് വികസന പ്രവർത്തനങ്ങൾ MLA മാത്രമായിരുന്നപ്പോൾ ഓരോ ഡേഡിലും കൊണ്ടുവന്നതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന. അതോടൊപ്പം രാഷ്ട്രീയം ഒന്നും നോക്കാതെ ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയാണ്. ആ ജനകീയത കൊണ്ടാണ് വീണ്ടും അവസാനം 42,632 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു ജനങ്ങൾ. മൂന്നാമത് മാറിയിട്ട് 21 പുതിയ ആൾ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചു. എനിക്ക് എന്തെങ്കിലും അധികാരമോഹം ഉണ്ടെങ്കിലോ പാർട്ടി മാറണമെന്ന് തോന്നലുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിൽ പിന്നെ എനിക്ക് അന്നല്ലേ പാർട്ടി മാറാവുന്നത്, അധികാരമോഹം ഉണ്ടെങ്കിൽ. ഇതൊന്നും അല്ലാതെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ജയിച്ചു പോയി കഴിഞ്ഞപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു രീതി സ്വീകരിക്കുന്നു. ഇത് ഇന്ന് പാർട്ടിക്കുണ്ടായിട്ടുള്ള അപജയമാണ്. ഇന്നത്തെ ഏകാധിപത്യം അതിനോടൊപ്പം നിൽക്കുന്ന കുറെ പേരുടെ കയ്യിലാണ് ഇന്ന് പാർട്ടി. അപ്പൊ അവര് തീരുമാനിക്കുന്ന പോലെ അവർക്കിഷ്ടമില്ലാത്തവരെ, ജനകീയരായിട്ടുള്ള പലരെയും ഇതുപോലെ ഒഴിവാക്കി അവർക്കിഷ്ടപ്പെട്ടവരെ എല്ലാം ഓരോരോ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി. ബാക്കിയുള്ളവരെ നൈസായിട്ട് ഞാൻ പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്നൊരു കണ്ടീഷനാണ് അവർക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞു പാർട്ടിക്കാരി അല്ലെന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നെ പൂർണ്ണമായിട്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അത് ആദ്യമൊന്നും എനിക്ക് പിടിയിട്ടില്ല. പിന്നെ എനിക്ക് നന്നായി മനസ്സിലായി സകല കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്ന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ആക്കി മാറ്റിക്കൊണ്ട് എനിക്ക് ഒരു വാല്യൂ ഇല്ലാതെ ഞാൻ ഈ കണ്ട കാലം അത്രയും പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഉപയോഗപ്പെടുത്തിയതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അവർ അങ്ങനെ കാണിച്ചത്. എന്തിനങ്ങനെ എന്നോട് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ എനിക്കറിയില്ല. സത്യം, അങ്ങനെ എന്നോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. 15 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറഞ്ഞപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വന്നത്.
അപ്പൊ വെറും 102 വോട്ടിനാണ് അന്ന് ജയിച്ചത്. അത് കേസും ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ ചെലവ് സഹിതം എനിക്കെതിരെയുള്ള കേസ് തള്ളിപ്പോയി. പക്ഷെ പിന്നീട് രണ്ടാമത് വലിയ ഭൂരിപക്ഷത്തിലാണ് ആ ഡിവിഷനിൽ തന്നെ, ജില്ലാ ഡിവിഷനിൽ ജയിക്കുന്നത്. കഠിനമായി ജോലി ചെയ്ത എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെട്ടതുകൊണ്ടാണ്. ആ ചെയ്ത ജോലി പാർട്ടിയെ വളർത്തി എന്നുള്ളത് അവര് മറന്നുപോയി. നൈസായിട്ട് അടുത്ത ആള് ജയിച്ചു കഴിഞ്ഞപ്പം ഇനി അദ്ദേഹത്തിന്റെ ഇമേജ് കുറഞ്ഞു പോയോ, ഞാൻ എവിടെയെങ്കിലും കയറി ചെന്നാൽ ജനങ്ങൾ എന്റെ അടുത്തേക്ക് വരും. സത്യം ഇതാണ്. ഞാനത് പച്ചയായിട്ട് പറഞ്ഞില്ലതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഓടി എന്റെ അടുത്തേക്ക് എല്ലാരും വരും. അപ്പൊ എല്ലാരും എന്റെ അടുത്തേക്ക് അടുത്തേക്കാണ് എല്ലാരും വരുന്നത് എന്നുള്ളതൊരു ഉണ്ടാകും. അതുകൊണ്ടാണ് ഇനി ഞാൻ പൊതുജനങ്ങൾ പങ്കെടുക്കേണ്ട വേദിയിലേക്ക് എത്തണ്ടെന്ന് ഉള്ള നൈസായിട്ട് ഒഴിവാക്കിപ്പോയത്. അതാണ് എന്നെ അവഗണിച്ചത്. ഞാൻ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ലല്ലോ. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് മാറി വീണ്ടും വക്കീൽ ഓഫീസിലേക്കൊക്കെ പോയി. പക്ഷെ അപ്പോഴും എല്ലാവരും എന്നോട് പൊതുമണ്ഡലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ സ്ത്രീകൾ വരെ സാറ് പഴയ പോലെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ളവര് നിരന്തരമായിട്ട് എന്നോട് ഇങ്ങനെ പോകരുത്, ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. BJP-ക്കാർ വിളിച്ചു, മറ്റു പല പാർട്ടിക്കാർ വിളിച്ചു. അപ്പൊ വളരെ ആലോചിച്ചു. BJP-യുടെ ഒരു ചർച്ച നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. BJP-ക്കാർ എന്നോട് ചോദിച്ചല്ലോ, എന്റെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി വരണം എന്നോട് പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞല്ലോ. എല്ലാ BJP ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടിക്കാരും, BJP എന്ന് പേരെടുത്ത് പറഞ്ഞ പ്രമുഖമായ പല പാർട്ടിക്കാരും എന്നെ ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എങ്ങോട്ട് പോയി അന്നല്ല, എന്നെ ഇങ്ങോട്ടല്ലേ അന്വേഷിച്ചു വന്നത്. അപ്പൊ അതെല്ലാം ആൾക്കാർ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റുന്നില്ല, പാർട്ടി മാറാൻ പറ്റുന്നില്ല. പക്ഷെ അവസാനം ഞാൻ തീരുമാനിച്ചു, എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞാൻ എന്തിനാ അങ്ങനെ ഒതുക്കപ്പെടണം? അത് ശരിയല്ല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന സ്പേസിലേക്ക് പോകണമെന്ന് വെച്ചു. അതാണ് നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിലേക്ക് ചേർന്നു. ഇന്ത്യ സഖ്യത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ ഒരു സ്പേസാന്ന് തോന്നി. അവര് വളരെ ആശ്വാസമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, സൗകര്യങ്ങൾ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഈ ഇങ്ങനെ പാർട്ടി മാറി ഇവിടെ എത്തിയപ്പോ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇവിടെ കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേടത്താണെങ്കിൽ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, പിന്നെ ആ ഭാഗത്തൊരെണ്ണം കൊടുത്ത് അത് വേറെ പാർട്ടിയാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഞാൻ പിന്നെ അതൊക്കെ അതിജീവിച്ചാണ് ഒരുപാട് പോയിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ബാക്കി ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ മൊത്തം അങ്ങ് പാർട്ടി കൊടുക്കണ്ടല്ലോ. പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അന്നേ പറയുമായിരുന്നു നേതൃത്വം. കുറെ കൂടി എല്ലാം അങ്ങ് പാർട്ടി, ഒരാളൊരു ആപ്ലിക്കേഷൻ തന്നത് പാർട്ടി കൊടുക്കേണ്ട ആവശ്യം എന്താ? പൊതുവായ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കാറ്. ഒരാളൊരു ചികിത്സാ സഹായത്തിന് വന്നാൽ, വേറൊരു സഹായത്തിന് കത്ത് തന്നാൽ എവിടെ അത് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ ഇടപെടും. അത്രയേ ഉള്ളൂ. അതൊക്കെ തന്നെ അവർക്കൊന്നും അത്ര മുഴുവൻ ഇപ്പൊ ഈ മന്ത്രി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പാർട്ടി വഴി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അത് എനിക്ക് പറ്റില്ല. അത് അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വാക്കാൽ മാത്രമുള്ള ഒന്നായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ചുമ്മാതെ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്ത്രീയായ എന്നെ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത്. ഒരാൾ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കണം, ഏത് മതം സ്വീകരിക്കണം, എന്ത് പറയണം എന്നുള്ളതിന് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട്. ഈ CPIM നടന്ന ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യും. CPIM ഒന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഒരുപാട് സഖാക്കൾക്ക് വിഷമമുണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചതല്ലേ. എത്രയോ പേര് പറയാറുണ്ടെന്നറിയോ, പാർട്ടി ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? സഖാവെ, ചർച്ച ചെയ്ത അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തില്ലേ? ഇതാണ് അവസ്ഥ. പേടിയാണ്. പേടിച്ചിട്ട് ആരും മിണ്ടത്തില്ല, സൈലന്റ് ആയിട്ടിരിക്കും. അത് എനിക്ക് പറ്റത്തില്ല. എന്തായാലും അങ്ങനെ അടിമത്തത്തോടെ ഇരിക്കാൻ എത്ര നാളിരുന്നെങ്കിലും പറ്റത്തില്ല. ഞാൻ ഒരു കാര്യവും ആഗ്രഹിച്ചിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അതിനേക്കാൾ ഏറ്റവും രസം, കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ കൊടുത്തു എൻ്റെ വീട്ടിൽ നിന്ന്. അത് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നും തീർച്ചയായും എന്നെക്കാൾ ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹം വരുമെന്നും അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും എനിക്കും ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായി പോയി.